ഹലോ ഗായ്സ്, അപ്പം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. എലിസബത്ത് ഇത് വീടൊക്കെ പൂട്ടി ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മളിനി അടുത്തത് ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് നേരെ മലപ്പുറം ജില്ല കയറാൻ പോവാണ്. അത് ഈ കൂട്ടിനകത്ത് ഒന്നും അറിയാത്ത പോലെ പതുങ്ങി കിടക്കണ ഇവനാട്ടോ മീലോ. അപ്പം ഞാൻ ദേ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എലിസബത്ത് പറഞ്ഞു രാവിലെ കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ദേ ഈ കാണുന്ന കേട്ടോ അവളുടെ കട. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കടയിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ 18ാമത്തെ ദിവസമായി ഇന്ന് പതിവ് പോലെ തന്നെ നടത്തം തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിയാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് നടന്ന് 5ാമത്തെ ജില്ലയായ മലപ്പുറം ജില്ലയിലേക്ക് കയറാൻ പോവാണ്. ഞാനിപ്പോൾ നടന്ന് നീലേശ്വരത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട്. ഒന്നുകിൽ മഴ അല്ലെങ്കിൽ വെയിൽ, എന്നൊക്കെയാണെങ്കിലും പണിയാണ്. അല്ലാടാ നിനക്കായിട്ട് ഇനി വേറെ ക്ലൈമറ്റ് ഉണ്ടാക്കാന്നുള്ള കമൻ്റ് ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് നേരം നടന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാതെ ഒന്ന് ഓർത്തിവിടെ വന്നിരുന്നാണ്. ഇത് ചാരി ഇരുന്നപ്പോഴത്തേക്കും പുറത്ത് എന്തോ ഒരു സംഭവം തൊട്ട് നോക്കിയപ്പോൾ സംഭവത്തിൽ ഷോക്ക് ഉണ്ടായിരുന്നു. ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ അഗസ്തിമുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്കാണ്. കുറേ നേരം വണ്ടിയുടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. കുറേ നേരമായിട്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. വണ്ടിയൊന്നും അനങ്ങണ പോലുമില്ല. നല്ല ബ്ലോക്കിൽ ഒരു സാറാണ് അവിടെ കിടന്നുകൊണ്ട് കുറേ നേരം കഷ്ടപ്പെടുന്നുണ്ട് ഈ ട്രാഫിക് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷെ പുള്ളീനെ സമ്മതിക്കണം, കാരണം ഒന്ന് ഇരിക്കാൻ പോലും പറ്റാണ്ട് ഓടി നടന്നത് കൺട്രോൾ ചെയ്യണേ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് നടന്ന അവിടെ പിന്നെയും കുറച്ചുകൂടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. കാറുകാരൻ്റെ മിസ്റ്റേക്കാണോ ലോറിക്കാരൻ്റെ മിസ്റ്റേക്കാണോ നടത്തില്ല. എന്തായാലും കാറിൻ്റെ ബാക്കിലാണ് ഒന്ന് ഇടിച്ചേക്കണേ. ഇതുവരെ നമ്മൾ ഇത്രയും ദിവസം നടന്നു വന്നതിൽ അങ്ങനെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ കറക്റ്റ് ഈ സ്ഥലത്ത് എത്തിയ പിന്നെ ഈ വണ്ടി കുറേ നേരം കിടക്കാൻ തുടങ്ങിയിട്ട്, കാരണം ഒന്നും അങ്ങ് മൂവ് ചെയ്യുന്നില്ല. ഇവിടുന്ന് ആ ജംഗ്ഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴും ഫുള്ള് വണ്ടി ബ്ലോക്കായിട്ട് അനങ്ങാണ്ട് അവിടെ തന്നെ കിടക്കുക. നമ്മൾ പിന്നെ ഫുള്ള് നടന്നു പോകണോണ്ട് പിന്നെ നമ്മളെ ഇതൊന്നും ബാധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ഒത്തിരി നേരം ഇവിടെ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്ക് എനിക്ക് പണിയാവും. അതുകൊണ്ട് എന്തൊക്കെയാണ് മുക്കം പാലത്തിൽ കൂടെയാണ് ഇപ്പം ഞാൻ പോണേ. ഈ പാലത്തിന് താഴെ കൂടെ ഒഴുകി പോണേ ഇതാണ് ഇരുവഴിഞ്ഞി പുഴ. മറ്റേ ഇന്ന് മൊയ്തീൻ സിനിമയിൽ കാണിക്കുന്ന ഇരുവഴിഞ്ഞി പുഴ. അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ എന്ന് പറയുന്ന ആ ഇരുവഴിഞ്ഞിപ്പുഴയാണ് ഇത് ഈ താഴത്തോടെ ഒഴുകുന്നത്. നമുക്കിനി ഏകദേശം പ്രോപ്പർ മലപ്പുറത്തേക്ക് 40 കിലോമീറ്ററോടെ ഉള്ളൂ കേട്ടോ. പെരിന്തൽമണ്ണ 53, നിലമ്പൂർ 38, മഞ്ചേരി 21. ശരിക്കും ഞാൻ നാടുകാണി ചുരം കയറി നിലമ്പൂർ ഫോറസ്റ്റ് വഴി വരാനായിരുന്നു ഇരുന്നത്. പക്ഷേ ആ റൂട്ട് ലക്കിടിയിൽ നിന്ന് ഒരു 81 കിലോമീറ്റർ ഉണ്ട് മറ്റേ നാടുകാണിക്ക് തന്നെ. അത് കഴിഞ്ഞ് അവിടുന്ന് ചുരം ഇറങ്ങണം. അതാണെങ്കിൽ വൺ ടാസ്ക് ആയിരിക്കും നമുക്ക് പോകണത്. കാരണം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഭയങ്കര പണിയാവും. പിന്നെ കാട്ടിക്കൂടെയാണ് പോകേണ്ട, ചാർജ് ചെയ്യുന്നുണ്ട്, പണിയാവും. പിന്നെ വെള്ളം കുടിക്കാൻ കടകളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഇതൊന്നും പോരാത്തതിന് ആന ഇറങ്ങും. അപ്പോൾ മറ്റേ ഫോറസ്റ്റുകാർ പറഞ്ഞായിരുന്നു അതിൽ പോകണ വൻ ടാസ്ക്കാണ്, അതുകൊണ്ട് ഈ വഴി തന്നെ നീ തിരിച്ച് പൊക്കോളാം, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ താമരശ്ശേരി ചുരം തന്നെ ഇറങ്ങിയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒത്തിരി ഇങ്ങനെ നടന്നു വന്നേ പിന്നെ കടകൾ അധികം ഇല്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയൊരു കടയിൽ എന്തിനൊക്കെ കഴിക്കാമെന്നൊക്കെ ഓർത്ത് കയറിയതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഞാൻ ഫോൺ ചാർജിങ് കയറുന്നത്. അതാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് ഫോൺ ചാർജ് ആവുകയും ചെയ്യും. നമ്മൾ ഈ മാപ്പ് നോക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തില്ല ശരിയാവില്ല. ഓക്കെ പ്ലീസ്. നമ്മളിപ്പോൾ കണ്ട ആ 2 ബ്രോയില്ലേ, അവർ ഞാൻ ആ ഫുഡ് കഴിക്കാൻ കയറിയ സ്ഥലത്ത് വെച്ച് ഉണ്ടായിരുന്നതാണ്. അവരപ്പോൾ ഞാൻ നടന്നു പോകണ്ടിട്ട് പിന്നെ അവർ എന്നോട് ഇൻസ്റ്റ ഐഡിയോ വാട്സപ്പും ചോദിക്കാൻ വിട്ടുപോയെന്നും പറഞ്ഞാൽ അവർ ഇത്രയും ദൂരം വന്ന് വണ്ടി തിരിച്ച് റൗണ്ട് അടിച്ചതിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറയും, സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇൻസ്റ്റയുടെ ഐഡിയും പിന്നെ യൂട്യൂബിൻ്റെ ഐഡിയൊക്കെ മേടിച്ചു. എന്നിട്ട് പിന്നെ ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട് അവർ. മുടിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വെയിൽ, ഒരു രക്ഷയില്ല കേട്ടോ. കുട ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അധികം അറിയുന്നില്ല എന്നേ ഉള്ളൂ. കുട ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ തീരുമാനമാവും. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മളിവിടെ ബസ് സ്റ്റോപ്പിലാണ്. പാവാ ചേട്ടൻ അറിയാണ്ടൊന്ന് റിവേഴ്സ് എടുത്താണ്. അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടാണ്, കണ്ടില്ലായിരുന്നു. കറക്റ്റ് വന്ന് ഇടിക്കുകയും ചെയ്തു. അതിൻ്റെ ലൈറ്റ് എന്താ കണ്ട് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, പുള്ളി ആ റൈറ്റിലെ മിറർ നോക്കി പതുക്കെ റിവേഴ്സ് എടുക്കുമായിരുന്നു. പക്ഷേ ലെഫ്റ്റ് ശ്രദ്ധിച്ചില്ല, കാരണം അതുവരെ അവിടെ വണ്ടി ഇല്ലായിരുന്നു. പിന്നെ അവർ വേറെ എങ്ങോട്ടോ പോകാനായിട്ട് വന്ന ആൾക്കാർ പെട്ടെന്ന് കട കണ്ടപ്പോഴത്തേക്കും കൊണ്ടങ്ങ് ചവിട്ടിയായിരുന്നു. ആ ഗ്യാപ്പിലാണ് വന്ന് തട്ടിയത്. പുതിയ വണ്ടിയാണ്, നമ്പർ പ്ലേറ്റ് പോലും ഇല്ല, അതുകൊണ്ട് ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ അവർ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കട്ടെ, ഞാൻ പതുക്കെ നടക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചുരം ഇറങ്ങി ഞാൻ വരാൻ നേരത്ത് അവൾ വിളിച്ചപ്പോൾ പോണ വഴിക്ക് അവളെ കണ്ടിട്ട് പോകാന്നുള്ള മൈൻഡാണ് ഇരുന്നത്. അവിടെ പോയി നിൽക്കാൻ സ്റ്റേ അടിക്കാൻ ഒരു മൈൻഡും ഇല്ലായിരുന്നു. ഇവർക്ക് എന്നിട്ട് ആ സമയത്ത് ഇവിടെ എന്നെ പിക്ക് ചെയ്യാൻ വരാൻ നേരത്ത് ഇവർക്ക് ശ്വാസം മുട്ടൽ വന്നിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടായി ഒരു ഹോസ്പിറ്റൽ കേസായി, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടി വേണ്ട, നീ റിസ്ക് എടുത്ത് വരണ്ട, ഞാൻ പൊക്കോളാം, രാത്രി ഇത്ര സമയമില്ല, 7:30, നീ വരണ്ട, റിസ്ക് എടുത്ത് വരണ്ടെന്ന് കുറേ പറഞ്ഞു. പക്ഷേ പാവം അവൾ വന്നിട്ടോ, അവൾ പിക്ക് ചെയ്യാൻ വന്നിട്ടോ. അവളപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കും ആശുപത്രി കേസ് അങ്ങനെ എന്തെങ്കിലും സീരിയസ് ആയി വരണ്ടാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് തന്നെ ആശുപത്രി കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നെ പറ്റി അപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ വന്നെന്ന് പറഞ്ഞു. അവർക്ക് ഇതുവരെ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തോ പൊടിയടിച്ചോ അങ്ങനെ എന്തോ വന്നിട്ട് ശ്വാസം മുട്ടൽ പെട്ടെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ചെയ്തത്. എന്നിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എന്നെ പിക്ക് ചെയ്യാൻ വന്നേക്കുവാണേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവരോട് ഞാനിത് അറിയുന്നില്ല, ഞാനിത് കഴിഞ്ഞ് ഇവിടെ പറയുമ്പോഴാണ് അറിയുന്നത്. ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഞാനോട് പറഞ്ഞു അത്രയും റിസ്ക് എടുത്ത്
വരണ്ടെന്ന് ഞാൻ പറഞ്ഞ. പക്ഷേ പാവം അവളെന്തോ അവളുടെ മനസ്സ് നല്ലതായതുകൊണ്ട് അവൾ വന്നു കേട്ടോ. പിന്നെ എന്നിട്ട് അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഞാനത് കഴിഞ്ഞ് പോകാൻ തുടങ്ങി. അവളിന്ന് പിക്ക് ചെയ്ത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ പറഞ്ഞു ആ വഴി പോണ റൂട്ട് കാട്ടുപന്നി ഇറങ്ങും, കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, രാത്രി പോയി കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അന്ന് പോകണ്ടെന്ന് പറഞ്ഞ് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. എന്നിട്ട് പിന്നെ രാവിലെ ഞാൻ ഇറങ്ങി. നടന്ന് നമ്മുടെ വലിയ പറമ്പ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലങ്ങളുടെയൊക്കെ പേരടിപൊളിയാണ്. വലിയ പറമ്പ്, നെല്ലിക്കാപ്പറമ്പ്, ഗോതമ്പ് റോഡ്. നമ്മളിപ്പോൾ ഈ റൂട്ട് നേരെ ചെല്ലണത് നെല്ലിക്കാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടുന്ന് പിന്നെ കുറച്ച് കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ ഗോതമ്പ് റോഡ്. വെറൈറ്റി പേരുകളാണ്. അപ്പോൾ നമ്മൾ ഒരിടത്തും കാണാത്തൊരു വെറൈറ്റി ബസ് സ്റ്റോപ്പാണ് ഇത്. ഇത് കിളിക്കോടുണ്ട് മേളിൽ. പിന്നെ താഴെ ആൾക്കാർക്ക് ദാഹിച്ച് കഴിഞ്ഞാൽ കുടിക്കാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബസ് സ്റ്റോപ്പിലും സാറിന് ഇങ്ങനെയൊന്നും കാണത്തില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് വാലില്ലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പുള്ളി വെയിലത്ത് നിന്ന് നമ്മളെ കൈയൊക്കെ കാണിച്ച് വിളിക്കുന്നുണ്ട്. സൈഡ് ചേർത്ത് നല്ലൊരു ഇടി കിട്ടി ഒരു വണ്ടി അവിടെ ലോസ്റ്റായി കിടപ്പുണ്ട്. നമ്മളപ്പോൾ അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കൊണ്ടോട്ടി പോകണമെങ്കിൽ നമുക്ക് റൈറ്റ് പിടിച്ച് പോകണം. രണ്ട് വഴിയുണ്ട്. അപ്പം നടന്നിറന്ന് ക്ഷീണിച്ച് നമ്മൾ എനർജി കൂട്ടാൻ വേണ്ടി കുറച്ച് കരിമ്പിൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ ദേ ഇവിടുന്ന് അരീക്കോട് പാലം കയറാൻ പോവാണേ. നമ്മുടെ ഈ അരീക്കോട് പാലം കയറി കഴിയുമ്പോൾ കാണുന്ന ഈ നദിയാണ് ചാലിയാറ്. ചാലിയാറ് കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 169 കിലോമീറ്റർ ആണെന്ന് കേട്ടോ പറയണേ. കൊള്ളാട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള നദിയാണ്. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ കുറേ പിള്ളേർ സ്കൂളൊക്കെ ഇട്ട് വരുന്നുണ്ട്. താഴെ 2 പേരിരുന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ 4ാമത്തെ ജില്ലയായ കോഴിക്കോടും കഴിഞ്ഞ് 5ാമത്തെ ജില്ലയായ മലപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലം ഈ മലപ്പുറം ജില്ലയിലുള്ളൊരു സ്ഥലം കേട്ടോ. ഞാനങ്ങനെ നടന്ന് നേരെ ഒരു 6:45 നമ്മളിപ്പോൾ കറൻ്റ് ചെമ്പ്രക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് നമ്മുടെ മലപ്പുറം കൊണ്ടോട്ടി ഒരു 8 കിലോമീറ്റർ 7.5 സംതിങ് വരും. ഇത് ആ മരത്തിൻ്റെ മുകളിൽ നിറച്ച് വവ്വാലാണ്. വവ്വാൽ മരം. നേരെ 8 മണി ആവാറായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയും ഉണ്ട് കുറേ കിലോമീറ്റർ. എന്തായാലും എത്തുമ്പോഴത്തേക്കും ഒരു 9 മണി 9:30 കഴിയുമായിരിക്കും. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജിങ് നഹി. അപ്പം ഞാനിപ്പോൾ നേരെ എൻ്റെ ഫ്രണ്ട് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കണേ. പോണ വഴിക്ക് ഇതേ കുറേ പിള്ളേരവിടെ പൂത്തിരിയൊക്കെ കത്തിക്കാനുണ്ട് വഴിയിൽ. അപ്പം ഞാനങ്ങനെ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കയറി വന്നെ രംഗമൊന്നും എടുത്തിട്ടില്ല. കാരണം ഒരു വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നെ ശരിയല്ലോ. അതുകൊണ്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കണേ. അപ്പോൾ അവൻ്റെ 2 അനിയന്മാരാണ് ഇത്. അതിൽ തൊട്ട് താഴെയുള്ള അനിയനാണ് ശ്രീജിത്ത്. അവന് കിട്ടിയേക്കുന്ന ട്രോഫി സാധനങ്ങളാട്ടോ ഇരിക്കണത് ഫുള്ള്. പുള്ളി അത്യാവശ്യം നല്ല പഠിപ്പാണ്. പുള്ളി എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. പുള്ളിയാണ് ഈ വീട് മൊത്തം ട്രോഫി കൊണ്ട് നിറച്ചേക്കണേ. പുള്ളിയുടെ ട്രോഫി അപ്പുറത്ത് അടുക്കളയിലും മെയിൻ ഹാളിലും ബെഡ്റൂമിലും എല്ലായിടത്തും ഉണ്ട്. ഈ ഇരിക്കണതാണ് രഞ്ജിത്ത്. ഈ ഒരെണ്ണമാണ് അവന് കിട്ടിയ ട്രോഫി. അവൻ്റെ 2 അനിയന്മാരും അമ്മയും അച്ഛനൊക്കെ ഭയങ്കര പാവാണേ. ഇവൻ ഈ വീട്ടിൽ എങ്ങനെ വന്ന് പിറന്നു എന്നാണ് ഞാൻ ആലോചിക്കണേ. അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം ശ്രീജിത്തിൻ്റെ കളക്ഷൻസ് ആണേ. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നത്തെ ഇവിടെ തീർക്കാൻ പോവാണ്.